ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു ദിക്കറിന്റെ ഒരു മജ്‌ലിസിൽ ഇരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും നിലനിർത്തി കൊണ്ടുപോകാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഏതൊരു കാര്യത്തിനും നമുക്ക് അറിവ് വേണം, എന്നാലേ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കൂലേ. അറിവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അറിവ് അന്വേഷിക്കുന്നവരായിക്കൊണ്ട് എപ്പോഴും പഠിക്കുന്ന അറിവന്വേഷിക്കുന്ന നല്ല വിദ്യാർത്ഥികളായി മരണം വരെ തുടരാൻ ഖുർആനിന്റെ പഠിതാക്കളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇപ്പൊ നമ്മള് ഇന്ന് ഞാന് സാധാരണ സൂറത്ത് ആലിമ്രാൻ എടുക്കേണ്ടത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് അത് നാളെ എടുക്കാന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് ഹദീസ് ക്ലാസ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ഇമാം നബവിയുടെ 40 ഹദീസുകളില് രണ്ടാമത്തെ ഹദീസ് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അല്ലെ. അത് ഹദീസ് ജിബ്രീൽ എന്നറിയപ്പെടുന്ന ആ ഒരു ഹദീസിലെ ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് ഇസ്ലാം കാര്യങ്ങളിൽ നമ്മൾ ഷഹാദത്തും നമസ്കാരവും സക്കാത്തും പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞാല് ഏകദേശം നമ്മൾ പറഞ്ഞു. പറയാന്ന് വെച്ചാൽ ഇപ്പൊ സക്കാത്തിന്റെ വിഷയമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. 2 ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞു. ഇനി തൽക്കാലത്തേക്ക് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി നമുക്ക് പറയാനുള്ളത് നോമ്പാണ് അല്ലെ. എന്തായാലും നോമ്പിന് ഇനി ശരിക്കും പറഞ്ഞാല് ദിവസങ്ങളേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. അതായത് 3 മാസം എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷെ 2.5 മാസം അത്രേ ഉണ്ടാവും. ഇനി അത്രേ ഉണ്ടാവും. മാർച്ചിലല്ലേ നോമ്പ് വരുന്നത്. ഇൻഷാ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ ആ ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു നമ്മളെല്ലാവരും നോമ്പിലേക്ക് എത്തിക്കട്ടെ. റമളാനിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. ആമീൻ. റമളാൻ ഏറ്റവും നല്ല അല്ലെ. നമ്മള് മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റമളാനിന് മുമ്പുള്ള 2 മാസങ്ങൾ അല്ലെ, അത് വിത്തിടാനും 3 മാസങ്ങൾ ഏതെല്ലാന്ന് വരുന്നത്? മാഷാ അല്ലാഹ്. റജബ്, ഷാബാൻ, റമളാൻ അല്ലെ. അതില് റജബില് നമ്മള് വിത്തിട്ട് ഷാബാനിൽ അത് നനച്ച് റമളാനിൽ അത് കൊയ്തെടുക്കുന്ന മാസം. അപ്പോ വിത്ത് എല്ലാവരും ഒരുക്കിക്കോട്ടെ. ആ വിത്ത് ഒരുക്കാനുള്ള സമയമായി. വിത്ത് എല്ലാവരും റെഡിയാക്കിക്കോ. റമളാനിലേക്കുള്ള നല്ല നല്ല അമലുകൾ നമ്മള് കർമ്മങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് ഏറ്റവും നല്ല വിത്തുകൾ തന്നെ നമുക്ക് വിതയ്ക്കാനും അത് നല്ല പോലെ നമുക്ക് നനച്ച് നല്ല വിളവെടുക്കാനാ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അപ്പം നമുക്കറിയാം, നോമ്പ് എന്ന് പറയുമ്പോൾ ഇസ്ലാം കാര്യങ്ങളില് 4-മത്തേതാണ് നോമ്പ് അല്ലെ. അത് ചിലതില് നോമ്പ് പറഞ്ഞിട്ട് സക്കാത്ത് പറയുന്നത്, അതുകൊണ്ട് സക്കാത്ത് പറഞ്ഞിട്ട് നോമ്പ് പറയുന്നുണ്ട്. നമ്മള് ഷഹാദത്ത്, നമസ്കാരം, സക്കാത്ത് ഇങ്ങനെ 3 പറഞ്ഞത്. 4-മത്തത് നോമ്പ്. നോമ്പ് എന്താന്ന് നമുക്കറിയാം അല്ലെ. അള്ളാഹുവിനുള്ള ഒരു ഇബാദത്ത്. അതിന്റെ ഇതെന്താന്ന്? പ്രഭാതോദയം അല്ലെ, സൂര്യോദയം മുതല് സൂര്യാസ്തമയം വരെ അള്ളാഹുവിന് വേണ്ടി നമ്മൾക്ക് ഉപേക്ഷിക്കേണ്ട ഒഴിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങള് മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെ അള്ളാഹുവിന് വേണ്ടി ത്യജിക്കുന്ന ഒരു ഇബാദത്താണ് എന്ത്? നോമ്പ് എന്ന് പറയുന്നത്. അത് നിർബന്ധാണ് അല്ലെ. ഓരോ മുസ്ലിമും ആരോഗ്യമുള്ള ബുദ്ധിസ്ഥിരതയുള്ള പ്രായപൂർത്തിയായ ഏതൊരു മുസ്ലിമിനും നമസ്കാരവും സക്കാത്തും എത്രത്തോളം നിർബന്ധമാണോ അതുപോലെ തന്നെ നിർബന്ധമായ ഒരു അമലാണെന്ത്? നോമ്പ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തിലെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ആയത്താണത്. എന്താ അല്ലാഹു തആല പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ.
എന്താണ്? വിശ്വാസികളെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അല്ലെ. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ട്, തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട്. അപ്പം യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അല്ലയോ വിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുന്ന ഒരു കാര്യമാണെന്ത്? നോമ്പ് എന്ന വിഷയം. അപ്പം അത് നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു അല്ലെ. കുത്തിബ അലൈക്കും. അപ്പം അവിടെ അത് നമുക്കറിയാലോ, നോമ്പിന്റെ വിഷയത്തില് പിന്നെ കഴിവ് നൽകപ്പെട്ടവർ മാത്രമേ അതിൽ നിന്ന് ഒഴിവാകുന്നുള്ളൂ. യാത്രക്കാരും രോഗികളായവർക്കും എന്തുണ്ട്? അതില് ഇളവുണ്ട് അല്ലെ. പിന്നെ അതുപോലെ ഗർഭിണിയായ സ്ത്രീകള്, മുലയൂട്ടുന്ന അമ്മമാര്, അവർക്കൊക്കെ ആ സമയത്ത് പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സമയത്തേക്ക് മാറ്റിവെക്കാം എന്നുള്ള വിഷയത്തിൽ ഒരു ഒഴിവ് കഴിവുണ്ട്. പക്ഷെ ആ സമയത്ത് പറ്റുവാണെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം. പിന്നെ ഈ നോമ്പെന്ന് പറയുമ്പോ ആ ഒരു റമദാൻ അല്ലെ, റമദാൻ എന്ന് പറയുന്ന ആ ഒരു മാസത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. വെറും നോമ്പ് എന്നുള്ളൊരു ശ്രേഷ്ഠത മാത്രമല്ല അല്ലെ. റമദാൻ എന്ന് പറയുമ്പോ എന്താണ്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നോമ്പെന്ന് പറയുന്നത് അത് പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാലേ, നോമ്പെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മുമ്പിൽ, നമുക്ക് ആദ്യം മുമ്പിൽ ഓടി വരുന്നത് ഖുർആൻ തന്നെയാണ് അല്ലെ. ഖുർആനിന്റെ മാസം. ഖുർആനിനെ എല്ലാവരും ധാരാളമായി പാരായണത്തിൽ കൊണ്ടുവരുന്ന ഒരു മാസം കൂടിയാണെന്ത്? റമദാൻ, നോമ്പ് അല്ലെ. നോമ്പിന്റെ ആ ഒരു മാസം, ഒരു മാസക്കാലം. ശരിക്കും സാധാരണ നമ്മള് എല്ലാ മാസങ്ങളെയും പോലെ തന്നെ 29 30 ദിവസങ്ങളാണ് റമദാൻ മാസത്തിൽ ഉള്ളത്. പക്ഷെ ഇപ്പൊ നമ്മള് ശവ്വാലിലും ദുൽഖഅദിലും ദുൽഹജ്ജിലും മുഹറത്തിലും സഫറിലും റബീഉൽ അവ്വൽ റബീഉൽ ആഖിറിലും ഏത് മാസം എടുത്താലും ആ മാസങ്ങളിലൊന്നും നമുക്ക് റമദാനിൽ ചെയ്യുന്ന അത്ര ഖുർആൻ പാരായണം നമുക്ക് സാധിക്കുന്നേ ഇല്ല അല്ലെ. റമദാനിൽ എത്ര ഓരോരുത്തർ ഒന്നല്ല, ഒരു ഖത്തമല്ല, 2 3 അല്ലെ 4 5 ഒക്കെ ഖത്തമ് പൂർത്തിയാക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്ന് വെച്ചാൽ അത് അത്രയും ബർക്കത്താക്കപ്പെട്ട, അത്രയും ശ്രേഷ്ഠമായ, അത്രയും അനുഗ്രഹീതമായ ഒരു മാസാണ് അല്ലെ. അപ്പം സഹാബാക്കളൊക്കെ റമദാനിന് 6 മാസം മുമ്പേ റമദാനിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താറുണ്ടായിരുന്നു എന്നാ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും മാനസികവും ശാരീരികവുമായി അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങാം. 6 മാസം ഇനിയില്ല, വളരെ കുറഞ്ഞ മാസങ്ങളേ ഇനിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തില് പിന്നെ നല്ല ഒരു താല്പര്യം നമ്മൾ ഓരോരുത്തരും കാണിക്കണം. റമദാനിനെ ഒരുങ്ങാന്ന് പറയുമ്പോ പിന്നെ നോമ്പ് ഇല്ലേ, നമ്മള് കഴിഞ്ഞ റമദാൻ നമ്മളിൽ സ്വീകരിക്കപ്പെട്ടോ എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ട് നമ്മൾ അടുത്ത റമദാൻ വരെ നമ്മളിൽ ഈ നോമ്പെന്ന ഒരു അടയാളം ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു കബൂലിയത്താന്ന് പറയുന്നുണ്ട്. അതായത് പിന്നെ നോമ്പ് റമദാനിൽ കഴിഞ്ഞു, പിന്നെ സുന്നത്ത് നോമ്പുകൾ നമ്മളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിൽ ഉണ്ടാകണം. തിങ്കളും വ്യാഴമായിട്ടോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു 3 നോമ്പോ, അതൊന്നും പറ്റുന്നില്ല മാസത്തിൽ ഒരു നോമ്പെങ്കിലും നമ്മൾ എടുക്കണം. കാരണം റമദാനിൽ ഒരു മാസം മുഴുവനും നമ്മള് നോമ്പെടുത്തിട്ട് നിൽക്കുന്നില്ലേ. അങ്ങനെയുള്ള നമുക്ക് ആ മാസം കഴിഞ്ഞാല് മാസത്തില് ഒരു നോമ്പെങ്കിലും അതിനും പറ്റാത്തവരായി പോയോ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, മനസ്സിലാക്കണം, ഉറ്റാലോചിക്കണം. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം, പരിശ്രമിക്കണം അല്ലെ. ശരിക്കും ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരിക്കലും നോമ്പ് എന്താക്കിയിട്ടില്ല, അത് നിർബന്ധമാക്കിയിട്ടില്ല. ഹിജ്റ വർഷം 2 ഹിജ്റ 2-ാം വർഷം റമദാനിലാണ് എന്താക്കിയത്? നോമ്പ് നിർബന്ധമാക്കിയത്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോ 9 റമദാനുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായതെന്ന് പറയുന്നത്, അതായത് നോമ്പ് അനുഷ്ഠിച്ചിട്ട്. അപ്പൊ അതിനു മുമ്പുള്ള മാസങ്ങൾ റമദാനിലൊന്നും എന്തുണ്ടായിട്ടില്ല, നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ടായിട്ടില്ല.
അപ്പൊ ഇവിടെ നമ്മള് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് എന്ന ഈ ഒരു ഇബാദത്തിനെ നമുക്ക് നിയമമാക്കി തന്നത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, മനസ്സിലാക്കണം. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്തിനു വേണ്ടിയാന്ന്? ലഅല്ലക്കും തത്തഖൂൻ. അപ്പൊ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട്. തഖ്വ എന്ന് പറയുമ്പോഴേ നമ്മൾ വിചാരിക്കണം വലിയ എന്തോ എടുത്താ പൊന്താത്ത സാധനമാണെന്നൊന്നും വിചാരിക്കുകയേ വേണ്ട. നമ്മൾ എല്ലാ മേഖലയിലും സൂക്ഷ്മത പാലിക്കുക. അതെ, അള്ളാഹ് പറഞ്ഞതനുസരിച്ചിട്ട് അള്ളാഹിന്റെ കൽപ്പനകൾക്ക് എതിരാകാതെ അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് എല്ലാ നിലക്കും അള്ളാഹുവിന് പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അത് തന്നെയാണ് തഖ്വ. ശരിക്കും ആ സൂക്ഷ്മത നമ്മളെ നോമ്പെന്ന ആ ഒരു പരിശീലനത്തിലൂടെ അള്ളാഹു തആല സാധിപ്പിച്ചു തരുന്നുണ്ട്. നിഷിദ്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കാൻ. അല്ലെ, ഇതല്ലേ തഖ്വ എന്ന് പറയുന്നത്. ഇപ്പം നമ്മള് ഇങ്ങനെ നോമ്പല്ലാത്ത മാസങ്ങളിൽ തന്നെ നമ്മുടെ തിങ്കളും വ്യാഴമൊക്കെ നോമ്പെടുക്കുമ്പോൾ അന്നത്തെ ദിവസം വേറെ തന്നെ ഒരു ഒരു ചൈതന്യാണ് അല്ലെ. നമ്മളെ മനസ്സും ശരീരവും ഒക്കെ ഒരു ക്ലിയർ ആകലാണ്. ഒരുപാട് നമ്മള് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മള് ശരീരത്തിന് ഭയങ്കരമായ അധ്വാനം ഉണ്ടാവുന്നതില്ലേ. നമുക്ക് ഭയങ്കര ക്ഷീണവും ആലസ്യവും അങ്ങനൊക്കെ തന്നെ ഉണ്ടാവുക. നേരെ മറിച്ച് നോമ്പ് നമ്മളിലേക്ക് വരുമ്പോ ശരിക്കും നമ്മളെ ശരീരത്തിന് തന്നെ ഒരു ആശ്വാസം. പിന്നെ 2 മാസം മുമ്പ് ഞാൻ ഈ ചുമ കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത്, ചുമയും അതിന്റെ ഒപ്പം എനിക്ക് ഭയങ്കരമായ കാലും കയ്യും ശരീരവേദനയും. എന്നിട്ടില്ലേ, ഞാന് ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, പിന്നെ വല്ലാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിയ സമയത്ത് എനിക്ക് തിങ്കളും വ്യാഴം തന്നെ നോമ്പെടുക്കാൻ കഴിയുന്നുണ്ടായിട്ടില്ല. ചുമച്ചിട്ട് ഇങ്ങനെ തൊണ്ട ഇതാവുമ്പോ പിന്നെ എന്താ പറയാ, വെള്ളം കുടിക്കാണ്ട് ശരിയായിന്നേ. അപ്പൊ അത് പേടിച്ചിട്ട് ഞാൻ തിങ്കളും വ്യാഴമുള്ള നോമ്പെല്ലാം ഇങ്ങനെ ഒഴിവാക്കുക. അപ്പൊ പിന്നെ എനിക്കൊരു വിഷമം, എന്നാ നോമ്പ് എടുക്കാൻ കഴിയാണ്ടായാലേ ഇത് റബ്ബേ. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് മനസ്സിൽ നിയത്താക്കി, എന്താ വരുന്നിടത്ത് വരുത്തുന്ന വെച്ചാൽ നല്ലോണം ചുമ ഉള്ള ഒരു സമയത്ത് തന്നെ പഠിച്ചോണ്ട് കുറെ ദുആ ചെയ്തിട്ട് അന്നല്ല എല്ലാം ചെയ്താക്കി തരണ്ടേ. അതായത് പിന്നെ അയ്യാമുൽ ബീദിന്റെ ആ 3 ദിവസം വരുന്നുണ്ടല്ലോ, മാസത്തിലെ 3 നോമ്പ്. അത് വന്നത് അടുത്തടുത്ത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ മനസ്സിൽ ഒരു നിയത്ത് വെച്ചിട്ട് അങ്ങ് എടുത്തേ. ശരിക്കും പറഞ്ഞാലില്ലേ, എനിക്ക് ചുമ കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും എന്റെ ചുമ ആ സമയത്ത് മാറി എന്ന് തന്നെ പറയാം. ചുമ മാത്രല്ല, ഈ കാല് ഭയങ്കര എന്താ അറിയില്ല, ഒരു അസഹ്യമായ ഒരു വേദന ഉണ്ടായിരുന്നു. കാലും നടുവും എല്ലാം മൊത്തത്തില് നല്ലൊരു വേദനയും പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എന്താണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതി എന്ന് പറഞ്ഞ പോലെ ചുമയും ഈ പറഞ്ഞ വേദനയും എല്ലാം ഭയങ്കര കൂളായിട്ട് ഭയങ്കര ആശ്വാസം. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ചിന്തിച്ച് ശരിക്കും പിന്നെ ഇങ്ങനെ നമ്മള് പറയുന്നില്ല, നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങുമ്പോ ഈ ശൈത്താന് ഒരു ഇതുണ്ടാവും പറയുന്നുണ്ടല്ലോ, രോഗത്തിന് നല്ല കുറവുണ്ടാവും സുന്നത്ത് റെസ്റ്റ് കൊടുക്കല്ലേ. അതെ 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 അതെ. അപ്പോ പിന്നെ ആ ഒരു ശരിക്കും ഞാന് എടുക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ശരിയാവും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാൻ കുറെ ഒഴിവാക്കിയിട്ടൊന്നും എനിക്കിത് ശരിയാവുന്നുണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ചു മതി ഇനിയിപ്പോ എന്തായാലും. പിന്നെ അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ബുധനാഴ്ച ക്ലാസ് എടുക്കാൻ കൂടി ഉണ്ടായിന് ശരിക്കും. എന്നിട്ടും എന്താ പറയാ, രണ്ട് മനസ്സുണ്ടായിനെ. പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട, നമ്മളിങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ പിശാച് ഇങ്ങനെ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമല്ലോ. പണ്ട് എനിക്കത് കഴിഞ്ഞില്ല അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ തന്നെ തലവേദന കാര്യങ്ങളെല്ലാം ഒന്ന് എളുപ്പാക്കി തരും. ശരിക്കും സുബ്ഹാനല്ലാഹ്, അത് അനുഭവിച്ച ആ ഒരു ഇത് ഞാൻ പറയുന്നതാണ്. അപ്പം നമുക്ക് അല്ലാഹു തആല ഈ രൂപത്തില് നോമ്പിനെ നമുക്ക് പിന്നെ നിർബന്ധമാക്കി തന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാനുണ്ട്. ഇപ്പൊ നോമ്പ് എടുത്താല് ചിലപ്പോ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, അതായത് മൻ ലം യദഅ ഖൗല സൂരി വൽ അമൽ
അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. പിന്നെ ആരെങ്കിലും കളവ് പറയലും അത് പ്രവർത്തിക്കലും ഉപേക്ഷിക്കാത്ത പക്ഷം അവൻ തന്റെ ഭക്ഷണപാനീയവും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹ്ക്ക് യാതൊരു ആവശ്യമില്ല. അതായത് ഒരാള് നോമ്പെടുത്തിട്ട് കളവ് പറയും കളവ് ചെയ്യുകയും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോമ്പെടുത്താൽ ആൾക്കാർ എന്താക്കൂല, കളവ് പറയൂല അല്ലെ. പക്ഷെ സത്യത്തില് കളവ് എന്ന് പറയുന്നത് നോമ്പെടുത്താൽ മാത്രം പറയാണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മളത് പരിശീലിപ്പിക്കുന്നതാ. നോമ്പെടുത്തിട്ട് നമ്മള് പറയാതിരിക്കുന്നുണ്ടെങ്കിൽ നോമ്പെടുക്കാതിരുന്നാലും എന്താക്കാൻ പറ്റൂല, അത് പറയാൻ പറ്റൂല അല്ലെ. അത് നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും അല്ലെ. അത് നോമ്പ് കാരണം നോമ്പ് വെറുതെ പട്ടിണി മാത്രമായി പോവോ എന്ന ഭയം കൊണ്ട് നമ്മൾ എന്താക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും, സൂക്ഷ്മത പാലിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ ജീവിതത്തിൽ ഒരു ചിട്ട, എല്ലാ കാര്യങ്ങൾക്കും ഒരു സൂക്ഷ്മതാബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെ ഏറെ സഹായിക്കും. കാരണം നോമ്പുകാരൻ എന്ന ലേബിളുള്ള ഒരാള് തീർച്ചയായും അയാളുടെ മേല് ഇപ്പം നമ്മൾ നോമ്പ് എന്ന് പറയുമ്പോൾ രാവിലെ സുബഹി മുതൽ മഗ്‌രിബ് വരെ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കാന്നുള്ളതാണ്. വെറും അന്നപാനീയങ്ങൾ മാത്രം ഒഴിവാക്കിയത് കൊണ്ട് ഒരിക്കലും അത് നോമ്പാകൂല അല്ലെ. നോമ്പ് എന്ന് പറയുമ്പോ നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം, നിർബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ലെ. അത് നിർബന്ധമാണ്. അപ്പം അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം ഏഷണി, പരദൂഷണം, കളവ് അല്ലെ, നിഷിദ്ധമായ കച്ചവടം, ഈ നീചവൃത്തികള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റമദാനില് പൂർണ്ണമായും അല്ലെ അകന്നു നിൽക്കുക എന്നുള്ളത് നമ്മളെ മേല് ഒരു നിർബന്ധമായ ബാധ്യതയാണെങ്കിൽ തീർച്ചയായും അത് റമദാൻ അല്ലാത്ത മാസങ്ങളിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ എന്താണ്, ഓരോ വിശ്വാസിയുടെ മേൽ നിർബന്ധമായ ബാധ്യത തന്നെയാണ്. നമ്മള് നോമ്പെടുത്തിട്ട് ഇപ്പൊ നമ്മളടുത്ത് ഒരാളെ വന്നിട്ട് ചായ കുടിച്ചാണെന്ന് ചോദിക്കൂല, അപ്പൊ നമ്മള് ചായ കുടിച്ചെന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? നമ്മ നോമ്പെടുത്തെന്ന് പറയുമ്പോ അത് എല്ലാവരും നോമ്പ് അറിയിച്ചതായിരിക്കൂല, അവർക്കൊരു സംശയം. അതുകൊണ്ട് ഇല്ല, അതിപ്പോ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പറയുന്നൊന്നില്ലല്ലോ. ഒരാള് നമ്മളോട് ഇങ്ങോട്ട് ചായ കുടിച്ചോന്ന് ചോദിക്കുമ്പോ ഇല്ല, എനിക്ക് നോമ്പാന്ന്, അത് നല്ല സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാം. അവിടെ ഒരു റിയാ ഒന്നും വരാനില്ല. എന്താണെന്നറിയോ, നമ്മൾ അങ്ങനെ പറയുമ്പോ ഇല്ലേ, അത് അവർക്ക് അതൊരു പ്രചോദനമായാലോ. അങ്ങനെയല്ലേ? എനക്കെന്തോ പറയാൻ മടിയാ, ഞാൻ അപ്പൊ കുടിച്ചു മിണ്ടാതിരുന്നാലൊന്നുമില്ല, പക്ഷെ കളവ് പറഞ്ഞാലവിടെ പോയില്ലേ. അതുപോലെ അതറിയാം. പക്ഷെ എന്നാലും ഞാൻ എന്റെ നോമ്പ് പോയിപ്പോ അവരോട് നോമ്പ് തന്നായിട്ട് ഞാൻ വലിയ ആളായിരുന്നു വിചാരിച്ചിട്ട്. ഇല്ല, അങ്ങനെ പറയണ്ട കേട്ടോ. അങ്ങനെ നോമ്പെടുത്തിട്ട് നോമ്പ് ഇല്ല എന്നുള്ള രീതിയിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് പറയുന്നതിന് മടിക്കണ്ട. അത് നമുക്ക് സന്തോഷത്തോടെ, നല്ലൊരു കാര്യല്ലേ, നല്ലൊരു ഇബാദത്ത്. ശരിക്കും ചില ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ചില ആളുകൾക്ക് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകാൻ. അങ്ങനെയുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മള് ഉമ്മയെല്ലാം ഇങ്ങനെ എപ്പോഴും നോമ്പെടുക്കുന്നതാകുമ്പോ നമുക്കെല്ലാം ഭയങ്കര ആഗ്രഹം, പക്ഷെ ഭയങ്കര മടിയുമാണ്. ഇങ്ങനെ സുന്നത്ത് നോമ്പെല്ലാം സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരെ കൂടെ കൂടിയിട്ട് ചില ആൾക്കാർ നോമ്പെടുക്കും. അന്നേരം അത് ഭയങ്കര പ്രതിഫലല്ലേ, അവര് ചെയ്യുന്ന കണ്ടിട്ട് വേറൊരാൾ ചെയ്യുമ്പോ. അത് നല്ല കാര്യമാണ്, പറയുന്നതിനൊന്നുമില്ല. അപ്പൊ ഈ റജബിന് 1 തൊട്ട് 10 വരെ എടുക്കുന്നുണ്ടെന്ന് പറയുന്നത് നല്ലതാ? അങ്ങനെ നല്ലതാ തുടർച്ചയായിട്ട് 10 വരെ എടുക്കും? ഇല്ല, റജബിൽ അങ്ങനെ പറയുന്നില്ല കേട്ടോ. റജബ് മാസം റജബ് മാസം അങ്ങനെ പറയുന്നില്ല. ഇല്ല അങ്ങനെ 1 മുതൽ 10 വരെ എടുക്കുന്നതിന് പ്രത്യേകിച്ച് ശ്രേഷ്ഠതൊന്നുമില്ല. റജബിൽ അങ്ങനെ ഇല്ല. നേരെ മറിച്ച് ദുൽഹജ്ജ് മാസം, അതുപോലെ മുഹറം മാസം അങ്ങനൊക്കെ എടുക്കാന്ന് പറയുന്നുണ്ട്. അത് നല്ലതാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും ഒരുപാട് സുന്നികളല്ലേ, അപ്പൊ 1 മുതൽ റജബ് 10 വരെ എടുക്കുന്നത്. അതിങ്ങനെ ഓരോന്ന് പുതിയതായിട്ട് ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരുന്നതാണ്. നമ്മള് വെറുതെ സംശയമില്ല, അതായത് നമുക്കുണ്ടോ ഇല്ലയോ ഉറപ്പില്ലാത്ത അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വെറുതെ പോയിട്ട് നമ്മളെ ഉള്ളത് നമ്മളെ വളാട്ടിനാട് നിന്നാൽ അപ്പുറത്തല്ല എടുത്തിട്ട് ഞാൻ എടുത്തുള്ളത് അത് എടുക്കാനുണ്ടായിട്ടുള്ളൂ. ഞാൻ ചിന്നോട് ചോദിച്ചിട്ടെടുക്കാം. പിന്നെ തിങ്കളാഴ്ച വിശ്വാസം എടുക്കാം, അങ്ങനെ എടുക്കുന്നുണ്ട്.
ഇനി ബാക്കി പിന്നെ നമ്മള് ഈ നോമ്പിന്റെ വിഷയമാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ നോമ്പിന്റെ ഷർത്തുകൾ പറയുമ്പോ ഒന്നാമതായിട്ട് പറയുന്നത് പിന്നെ മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. ഏത് കർമ്മവും അള്ളാഹിന്റെ അടുത്ത് സ്വീകരിക്കണമെങ്കിൽ ഈ ഒരു നിബന്ധന ഉണ്ട് അല്ലെ. അതായത് വിശ്വാസം. അള്ളാഹുവിന്റെ അടുത്തേക്ക് നമ്മളെ കർമ്മങ്ങള് അതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ഈമാൻ ഉണ്ടാവണം, മുസ്ലിം ആയിരിക്കണം. എന്നാലേ നമുക്ക് അതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് ലഭിക്കും. അല്ലാത്ത വിശ്വാസം ഇല്ലാത്ത അമലുകൾക്ക് അള്ളാഹ് പ്രതിഫലം കൊടുക്കും, പക്ഷെ അത് ഈ ദുനിയാവിൽ തന്നെ കൊടുക്കും, ആഖിറത്തിൽ ഉണ്ടാവില്ല. അങ്ങനെയാണ് അതിന്റെ കണക്ക്. അള്ളാഹ് എല്ലാം കൃത്യമായി പിന്നെ നീതിയുക്തമായിട്ടേ ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ അള്ളാഹിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക എന്നുള്ളത് നമ്മളെ കർമ്മങ്ങൾ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്നതിനുള്ള ഒരു ഷർത്താണ്. ഇപ്പൊ നോമ്പിന്റെ ഒന്നാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് പിന്നെ മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു മുസ്ലിമായ ഏതൊരാൾക്കും നോമ്പ് നിർബന്ധമാണ്. പിന്നെ വരുന്നത് എന്താണ്? ബുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ബുദ്ധിയില്ലാത്ത ആൾക്കാർക്ക് എന്തില്ല, അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അപ്പൊ അത് അതായത് ഇപ്പൊ ചില ആൾക്കാർക്ക് ഇങ്ങനെ ബുദ്ധിസ്ഥിരതയില്ലാത്ത ഭ്രാന്തുള്ള പോലത്തെ പിന്നെ അല്ലെങ്കിൽ ബുദ്ധിമാന്യമുള്ള അങ്ങനെയുള്ള ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് എന്തില്ല, നോമ്പ് നിർബന്ധമില്ല. പിന്നെ അവര് നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവർക്ക് അവരുടെ മേലെ എന്തില്ല, അവരുടെ മേലെ നോമ്പ് നിർബന്ധമേ ഇല്ല. അപ്പൊ അത് പിന്നെ കുട്ടികള് പ്രായപൂർത്തിയാകാന്നുള്ളത് അതും ഉണ്ട്. പിന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നോമ്പ് എടുക്കാം കേട്ടോ. പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നോമ്പ് ശീലിപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രായം ചെന്നിട്ട് വാർദ്ധക്യത്തിന്റെ ഇതില് അങ്ങേയറ്റം പ്രായാധിക്യം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാകാൻ കഴിയാത്തൊരു പ്രായം വരൂലേ ചില ആൾക്കാർക്ക്. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ അവർക്കും എന്തില്ല, നോമ്പ് നിർബന്ധമില്ല. അങ്ങനെയുള്ള കാരണങ്ങളിൽ മാത്രമേ നോമ്പ് ഒഴിവാകാനുള്ള ഇതുള്ളൂ. അത് ഈ ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയം, അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. പിന്നെ സ്ത്രീകൾ അല്ലെ, സ്ത്രീകൾക്ക് ഹൈല് നിഫാസ് ഇതുണ്ടാവുമ്പോ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. അവിടെ പിന്നീട് അവര് പിന്നെ ശുദ്ധിയായ ശേഷം എന്താക്കണം, അത് നോറ്റ് വീട്ടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ നോമ്പെടുത്താൻ ബാക്കിയുണ്ടെങ്കിൽ റമദാന് മുമ്പായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അതെന്താക്കാം, എടുത്ത് തീർക്കാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പം പ്രസവ ഇതായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ചിലപ്പോ അവർക്ക് മുലയൂട്ടുന്ന കുട്ടികളുണ്ടെങ്കിൽ നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ നോമ്പ് ഒഴിവാക്കേണ്ടുള്ളൂ കേട്ടോ. ആ പാൽ കൊടുക്കുന്നല്ലേ, കുട്ടിക്ക് പാൽ കൊടുക്കുന്നല്ലേ എന്ന് വെച്ചിട്ട് നോമ്പ് ഒഴിവാക്കണമെന്നൊന്നും ഇല്ല. ചില കുട്ടികൾക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നോമ്പെടുത്തിട്ട് നമ്മൾ പാൽ കൊടുത്തെന്ന് വെച്ചിട്ട് അങ്ങനെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നോമ്പ് ആ സമയത്ത് തന്നെ എടുക്കുന്നതാ നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ റമദാനിൽ പോലെ എടുത്തിട്ടില്ല, പിന്നെ ബുദ്ധിമുട്ടാണ് അവർക്ക്, നല്ല ബുദ്ധിമുട്ടാണ്, പാൽ കൊടുക്കുന്ന കുട്ടി ഉള്ളത് കൊണ്ട് തന്നെ പ്രയാസമാണ് നോമ്പെടുക്കാൻ. അപ്പോ ഇങ്ങനെ ചില ആൾക്കൊക്കെ ശാരീരിക ആരോഗ്യപരമായിട്ട് നല്ലൊരു ഇതില്ലാത്ത ആൾക്കാർക്കെല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് നോറ്റ് വീട്ടാൻ പ്രയാസമാകുമ്പോ അവര് റമദാനിന് മുമ്പായിട്ട് അവർക്ക് നോറ്റ് വീട്ടാൻ കഴിയാതിരിക്കുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അതിന് ആ ഒരു ഫിദിയ എന്നുള്ള നിലക്ക് അത് കൊടുക്കണം. അത് കൊടുത്ത് വീട്ടണം. എന്നിട്ട് പിന്നെ അവർക്ക് കഴിയുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ, ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. ഒരു മിനിറ്റ്. അങ്ങനെയുള്ളവര് പെട്ടെന്ന് തന്നെ പിന്നെ റമദാന് മുമ്പായിട്ട് അത് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നോറ്റ് വീട്ടാൻ കഴിയുന്നവരെ പെട്ടെന്ന് തന്നെ നോറ്റ് വീട്ടിയിട്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നോമ്പിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് നിയത്ത്. രാത്രി തന്നെ അല്ലെ, പിന്നെ അതായത് ഫജറിന് മുമ്പായിട്ട് എന്താക്കണം, ആ നിയത്ത് ഉദ്ദേശം ഉണ്ടാവണം. കാരണം എന്ത് കർമ്മവും സ്വീകരിക്കണമെങ്കിൽ ശരിയാകണമെങ്കിൽ എന്ത് വേണം, നോമ്പ് വേണം അല്ലെ. പിന്നെ അപ്പം റമദാനിലെ നോമ്പ് അതായത് പ്രഭാതത്തിന് മുമ്പ്, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവണം മനസ്സിൽ നിയന്ത്രണം. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പ് നിയത്താക്കി കഴിഞ്ഞാൽ നോമ്പാവൂല. എന്നാല് സുന്നത്ത് നോമ്പാണെങ്കിലില്ലേ, സുന്നത്ത് നോമ്പാണെങ്കില് നമ്മളിപ്പം പിന്നെ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ, അതായത് സുബഹി ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാലും മനസ്സിൽ നിയത്ത് കരുതാം, പിന്നെ എനിക്ക് ഇന്ന് നോമ്പാണ്, നോമ്പെടുക്കാൻ അങ്ങനെ നിയത്താക്കുന്നതിൽ. സുന്നത്താണെങ്കിൽ അവിടെ പ്രശ്നമില്ല. പക്ഷെ ഫർള് നോമ്പാണെങ്കിൽ തീർച്ചയായും രാത്രി തന്നെ, അതായത് ഫജർ നമ്മൾ അത്താഴത്തിന്റെ ആ ഒരു സമയത്തിന് മുമ്പായിട്ടുള്ള ഏത് സമയത്ത് രാത്രി കിടക്കുമ്പോൾ നിയത്ത് വെച്ചാലും മതി.
നിയത്ത് എന്തായാലും നിർബന്ധമാണ്. ഫർളാണെങ്കിലേ റമദാനിൽ ഫർള് അതിന് റമദാനിൽ വീട്ടാൻ കഴിയാതെ പിന്നെ എടുക്കുമ്പോ നിയത്ത് എന്തായാലും വേണം. അതേസമയം സുന്നത്ത് നോമ്പാണെങ്കിൽ പിന്നെ രാവിലെ നിയത്ത് വെച്ചാല് ആ നോമ്പ് ശരിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒരു ദിവസം രാവിലെ സുബഹി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. പത്നി ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാലും ഇന്ന് നോമ്പാക്കാം. അങ്ങനെ നോമ്പെടുത്തിട്ടുണ്ട്. സുന്നത്ത് നോമ്പ് അങ്ങനെ നോമ്പെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സുന്നത്ത് നോമ്പില് പിന്നെ പകല് സമയത്ത് നിയത്ത് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷെ ഫർള് നോമ്പാണെങ്കിൽ തലേന്ന് തന്നെ നോമ്പ് എടുത്തിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കാട്ടോ. പിന്നെ ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതും നോമ്പിന്റെ ഒരു ഷർത്താണ്. നോമ്പെടുക്കാനുള്ള ഒരു പിന്നെ ശേഷി ഉണ്ടാകണം എന്നുള്ളത്. അതായത് ഇപ്പൊ ആരോഗ്യപരമായിട്ട് പല ബുദ്ധിമുട്ടുകളും പല രോഗങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെയുള്ളവർ എന്താക്കണ്ട, നോമ്പെടുക്കല് അവർക്ക് നിർബന്ധമില്ല. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വയറ് സംബന്ധമായ പ്രയാസങ്ങളുള്ളവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോമ്പെടുക്കാൻ പറ്റൂല. അപ്പൊ അവരെന്താക്കണം, ഇടവിട്ടിട്ട് എടുത്താൽ മതി. അന്നേരം പിന്നീട് അവര് നോറ്റ് വീട്ടണം. അതിനും തീരെ കഴിയാത്തവരാണെങ്കിൽ അവർ ഫിദിയ മുദ്ദ് കൊടുത്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. അതായത് ആരോഗ്യം, ചില ആൾക്കാർക്ക് ചില അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ, എന്താ പറയാ, അത് തീരെ അത് സുഖപ്പെടാതെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നോറ്റ് വീട്ടാൻ കഴിഞ്ഞെന്ന് വരൂല. ചില വലിയ അസുഖം, എല്ലാ രോഗങ്ങളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. കാരണം ഈ രോഗം എന്നെല്ലാം പറയുന്നത് പല വിധത്തിലാണല്ലോ ഇന്ന് വരുന്നത്. ഒരു പനി വന്നാൽ തന്നെ ഇന്ന് ഭയങ്കരമായ പ്രയാസങ്ങളാണുള്ളത്. അള്ളാഹു എല്ലാ രോഗങ്ങളെ തൊട്ടും അതിന്റെ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. പിന്നെന്താ, പിന്നെ യാത്രക്കാർക്കും എന്തില്ല, നോമ്പ് നിർബന്ധമില്ല. യാത്രക്കാരനല്ലാതെ വീട്ടിൽ കഴിയുന്ന ആളുകൾക്ക് നോമ്പ് നിർബന്ധമുള്ളൂ. അപ്പൊ യാത്രക്കാർക്ക് നോമ്പ് ഒഴിവാക്കാം. പക്ഷെ പിന്നീട് എന്താക്കണം, നോമ്പെടുത്ത് വീട്ടണം. അപ്പൊ ഇപ്പൊ യാത്രയിൽ തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്ക് എന്താക്കാം, നോമ്പെടുക്കാം കേട്ടോ. കാരണം ഇവര് നോറ്റ് വീട്ടേണ്ടതാണല്ലോ. ചിലപ്പോ അവർക്ക് പിന്നൊരു സമയത്ത് നോറ്റ് വീട്ടുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നോമ്പ് എടുക്കുന്നതിനേക്കാളും പ്രയാസം. അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക്. അങ്ങനത്തെ ആൾക്കാർ നോമ്പ് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ യാത്രയിൽ നല്ല AC ഇരുന്നിട്ട് നല്ല സുഖത്തിലുള്ള യാത്രയല്ലേ പണ്ട് കാലത്തെ അല്ലെ. മറ്റേ ഒട്ടകപ്പുറത്തും വെയിലത്തും ചൂടത്തും പൊരിവെയിലത്തും നടന്നിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ എവിടെ പോകുന്നെങ്കിലും നല്ല സുഖമായിട്ട് പോയിട്ട് വരാം അല്ലെ. അപ്പൊ അത് വലിയ പ്രയാസമൊന്നും ഉണ്ടാകൂല. അങ്ങനെയാണെങ്കിൽ അവർക്ക് നോമ്പെടുക്കാം. നോമ്പുകാരന് ഇളവുണ്ട്, പിന്നെ നോമ്പ് ഒഴിവാക്കാം. പക്ഷെ പിന്നീട് കറക്റ്റ് നോമ്പ് എടുത്ത് വീട്ടണം. പിന്നെന്താ പറഞ്ഞത്, പ്രായപൂർത്തിയാവുക, അത് പറഞ്ഞല്ലോ അല്ലെ. കുട്ടികൾക്ക് പ്രായപൂർത്തിയാവുന്നത് വരെ നോമ്പ് നിർബന്ധമില്ല. പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാല് നോമ്പ് എന്താകണം, നിർബന്ധമായിട്ടും എടുത്തു വിട്ടേണ്ടതുണ്ട്. കൊണ്ടുപോകാൻ വേണ്ടി സാധനം അവിടെ നിൽക്കണം. പൂർത്തിയാകാത്ത കുട്ടികളുണ്ടാവല്ലോ, ചെറിയ മക്കള്. അങ്ങനെയുള്ള കുട്ടികളെ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കല് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം സുന്നത്താന്ന് പറയുന്നുണ്ട്. അതായത് അവരെ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് പറയാന്നുള്ളത്. ഇപ്പൊ നമ്മള് പിന്നെ നിർബന്ധമായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുട്ടികളെ ചെറിയ പ്രായത്തിലേ അത് ശീലാകണം. ചെറിയ കുട്ടികൾക്കെല്ലാം ഒരു ഉച്ചവരെയല്ല അങ്ങനെയെല്ലാം ആക്കിയിട്ട് അതിനോടൊരു ഇങ്ങനെ ഒരു ഇഷ്ടവും അതിന്റെ ഒരു ഇതൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ട് ആ രീതിയിൽ എടുക്കുന്നെല്ലാം എടുപ്പിച്ചിട്ട് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരെ എടുക്കേണ്ട സമയമാകുമ്പോൾ അത് അവർക്കൊരു വലിയ ഭാരമായിട്ട് തോന്നുകയേ ചെയ്യില്ല. നിസ്കാരം അങ്ങനെ തന്നെയാണ് കേട്ടോ. നിസ്കാരം 7 വയസ്സായാലോ നിസ്കാരം ശീലിപ്പിക്കാൻ പറഞ്ഞില്ലേ. പക്ഷെ നമ്മളില്ലേ 7 വയസ്സായില്ലാലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടികളോട് നിസ്കരിക്കാൻ പറയാതിരിക്കാൻ പാടില്ല. നമ്മൾ ചെറുപ്പത്തിലേ പറയണം. ഒരു 5 വയസ്സെല്ലാം ആകുമ്പോൾ തന്നെ ഇപ്പൊ നമ്മള് കുട്ടികളെല്ലാം ഭയങ്കര മെച്ചോർഡാണ്. അവര് 3 വയസ്സിൽ തന്നെ സ്കൂളിൽ ചേർക്കലേന്നു. അവർക്ക് എല്ലാ കാര്യങ്ങളും കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കാനുള്ള നല്ലൊരു പാകതയും വന്നിട്ടുണ്ട് മക്കൾക്ക്. അപ്പൊ അവർക്ക് അറിയാൻ നിസ്കരിക്കണോ, നിസ്കാരം ഉണ്ട്, ഇങ്ങനെല്ലാം ഉണ്ട്. അന്നേരം നമ്മൾ അവരെ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ ഇതാക്കി ചെയ്യിപ്പിക്കല്ല.
പിന്നെ വിളിക്കുക, വാ വാ മോളെ, വാ മോനെ നിസ്കരിക്കാലോ എന്ന് വിളിച്ചിട്ട് ഒപ്പരം തന്നെ കൂട്ടിയിട്ട് നിസ്കരിപ്പിക്കുക. നിസ്കാരത്തിന് സമയമാകുമ്പോ നിസ്കരിക്കണോ എന്നുള്ള ഒരു ബോധം അവരെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കണം. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾ പറയുവാ, എനിക്ക് 7 വയസ്സായിട്ടില്ലല്ലോ, എനിക്ക് 7 വയസ്സായിട്ടില്ല, എനിക്ക് 6.5 വയസ്സേ ആയിട്ടുള്ളൂ, 6.75 ആയിട്ടുള്ളൂ എന്നല്ല അവര് പറയൂ. പക്ഷെ അത്രയും അവർക്ക് എന്തുണ്ട് അതിനെ കുറിച്ച് കൃത്യമായ ബോധമുണ്ട്. പിന്നെ മാഷാ അല്ലാഹ്. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ നിസ്കാരവും നോമ്പും അതിന്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക, നിസ്കരിക്കാൻ പഠിപ്പിക്കുക. മദ്രസയിൽ നമ്മൾ പറഞ്ഞയക്കുന്നുണ്ടെങ്കിലും നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ അതെല്ലാം ചെയ്യിപ്പിക്കണം. ഇപ്പം പിന്നെ എന്റെ ആയിഷനെ മാഷാ അല്ലാഹ് എന്നോട് പറയും, ഞാൻ ഇമാം വെക്കട്ടെ, നോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇമാം വെക്കാൻ വേണ്ടിട്ട്. ഇമാം എത്തിച്ചാല് നിസ്കരിക്കാൻ വരാൻ നല്ല ഇഷ്ടമാണ്. അപ്പൊ ശരിക്കും ഇപ്പൊ മദ്രസയില് പിന്നെ 2 വർഷമായിട്ട് മദ്രസയിൽ പോകുന്നതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് അത്തഹിയാത്ത് വരെയുള്ള എല്ലാ പ്രാർത്ഥനകളും പഠിച്ച്. അതുകൊണ്ട് നിസ്കരിക്കാൻ ഇമാമത്തിക്കുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം അവര് പിന്നെ പൊതുവെല്ലാം കറക്റ്റ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാം അറിയാം മാഷാ അല്ലാഹ്. വജ്ജത്ത് മുതൽ എല്ലാ നിസ്കാരത്തിലെ പ്രാർത്ഥനകളും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് മക്കള് മദ്രസയിൽ നിന്ന് തന്നെ പഠിപ്പിച്ചത്. ഞാൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറയും നിസ്കരിക്കുമ്പോ എല്ലാം ഓതിട്ട് തന്നെ നിസ്കരിക്കണം. അതുകൊണ്ട് ഓള് ഇമാമത്തിൽ നിസ്കരിക്കുമ്പോ കുറേ സമയമാവും മാഷാ അല്ലാഹ്. എല്ലാം ഓതി എല്ലാം സുജൂദിലെ റുക്കൂയിലെ എല്ലാം കുറച്ച് ഒച്ചത്തിൽ തന്നെ ഓതും. അപ്പൊ നമ്മള് കേൾക്കല്ലോ. അങ്ങനെ ചെല്ലിപ്പിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഇല്ലേ വെറുതെ നമ്മള് സുന്നത്ത് നിസ്കാരത്തിനെല്ലാം വെറുതെ അവരെ ഇമാമത്തിന് പോലെ നിർത്തിച്ചിട്ട് നിസ്കരിപ്പിക്കുക. അവരെ ബാക്കിൽ നമ്മൾ നിന്നിട്ട് അപ്പൊ ഓറ് ചൊല്ലുന്നതോ ആക്കുന്നതിൽ കുറച്ച് ഒച്ചത്തിൽ ചൊല്ലാൻ പറയാ കുട്ടികളോട്. അപ്പൊ നല്ലൊരു പരിശീലനമാണ്. വില കൂടി ഒരു മാസം എന്താണ് അതിനലിയിച്ചിട്ടാണല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ അങ്ങനെയുള്ള പിന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിലും നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് അത് നിർദ്ദേശിക്കുക എന്നുള്ളത് കുട്ടികളോട് നിർദ്ദേശിക്കുക എന്നുള്ളത് രക്ഷിതാക്കൾക്ക് സുന്നത്താണ്. അതിലൂടെ ശരിക്കും പറഞ്ഞാല് ഈ കുട്ടികൾ നോമ്പെടുക്കുമ്പോ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്കാണ് ഉണ്ടാകാൻ. ചെറിയ സഹാബാക്കള് ചെറിയ മക്കളെ നോമ്പെടുപ്പിക്കും. എന്നിട്ട് അവര് പിന്നെ ഭക്ഷണത്തിന് കരഞ്ഞാല് കളിപ്പാട്ടങ്ങളൊക്കെ നൽകിയിട്ട് അവരെ ശ്രദ്ധ തിരിപ്പിക്കും എന്ന് പറയുന്നു. അങ്ങനെ ചെറിയ പ്രായത്തില് കുട്ടികളെ പിന്നെ ഈ ഒരു പിന്നെ നോമ്പ് എടുപ്പിക്കലുണ്ടെന്ന് പറയുന്നു. ഒരു ഹദീസില് പിന്നെ റുബിയ ബിന്ത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹ പറയുന്നു, അവര് പിന്നെ പറയുന്നു, ഞങ്ങൾ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുകയും കുട്ടികളെ കൊണ്ട് അത് നോൽപ്പിക്കുകയും ചെയ്യാറുണ്ട്. അവർക്ക് രോമം കൊണ്ട് കുപ്പായങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. വല്ല കുട്ടിയും ഭക്ഷണത്തിന് കരഞ്ഞാൽ നോമ്പ് മുറിക്കാൻ സമയമാകുന്നത് വരെ കളിപ്പാട്ടങ്ങൾ കൊടുത്ത് ഞങ്ങൾ അവരെ കളിപ്പിക്കും. ഇന്ന് വേഗം മൊബൈൽ ഫോൺ അല്ലേ കൊടുക്കാനല്ലേ കുട്ടികൾക്ക്. ചില പണ്ഡിതന്മാര് പറയുന്നത് എന്താ വെച്ചാല് ചില കുട്ടികൾക്ക് നല്ല വകതിരിവ് ഉണ്ടാവുമല്ലോ, നല്ല ബുദ്ധി. ഇപ്പത്തെ കുട്ടികൾക്കെല്ലാം ശരിക്കും നല്ല സാമർഥ്യം ഉണ്ട് മാഷാ അല്ലാഹ്. നമുക്കറിയാത്ത കാര്യങ്ങൾ വരെ അവർക്കറിയാം. അവര് പറഞ്ഞു തരും, നിങ്ങൾക്ക് ഇത് എവിടുന്നാ കിട്ടിയേ, അത് ഞാൻ യൂട്യൂബിൽ കണ്ടിന്നല്ല എന്ന് പറഞ്ഞുതരും അല്ലെ. ഇതെല്ലാം നിങ്ങൾ എവിടുന്ന, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ എല്ലാ അറിവും ഉണ്ട് അവർക്ക്, എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ ഉണ്ട്. ഇപ്പം പണ്ഡിതന്മാര് പറയുന്ന വെച്ചാല് നല്ല വകതിരിവുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോ നിർബന്ധമായിരിക്കും എന്ന് പറയുന്നത്. അത് വെച്ചാൽ അത്രയും പിന്നെ നമ്മൾ അവർക്ക് കഴിയും, അതായത് ആരോഗ്യപരമായിട്ടും കഴിയുന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് നിർബന്ധമായിട്ട് നോമ്പെടുപ്പിക്കണം എന്നുള്ള നിലക്ക് ചില പണ്ഡിതന്മാർ പറയും. അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, എടുപ്പിക്കൊന്നും വേണ്ട കേട്ടാ. ചെറിയ മക്കളെ പ്രായപൂർത്തിയായാലേ നിർബന്ധമുള്ളൂ. പക്ഷെ ചെറിയ പ്രായത്തിൽ മുതലേ ഏത് ശീലമാക്കി കൊടുക്കണം. തിരെ എടുപ്പിക്കാണ്ടിരിക്കാൻ പാടില്ല. ഒന്ന് രണ്ട് മഹത്വങ്ങൾ, നോമ്പിന്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മനുഷ്യരുടെ എല്ലാ നന്മകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകുന്നതാണ്. എന്നാൽ അള്ളാഹു പറയുന്നു, നോമ്പിനൊഴികെ അതിന് ഞാൻ കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്നതാണ് അല്ലെ. നോമ്പ് പിന്നെ അള്ളാഹുവിനുള്ളതാണ്, ഞാനാ അതിന് പ്രതിഫലം നൽകാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം സാധാരണ നമ്മളൊരു അമലിന് 10 മുതൽ 700 ഇരട്ടി വരെ നമ്മളെ ഓരോരുത്തരുടെയും നമ്മളെ കർമ്മത്തിനനുസരിച്ച് നമ്മളെ നിയത്തിനനുസരിച്ചുള്ള പ്രതിഫലം തരും. എന്നാൽ നോമ്പിന്റെ പ്രതിഫലം എത്രയാണ്? അത് കണക്കില്ലാത്ത പ്രതിഫലം, അത് അള്ളേ തരാന്ന് പ്രത്യേകം പറഞ്ഞൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രതിഫലം നമ്മൾ അള്ളാഹിന്റെ അടുത്ത് നിന്ന് വാങ്ങാൻ തയ്യാറാകണം അല്ലെ. അതുപോലെ വേറൊരു ഹദീസിൽ പറയുന്ന വെച്ചാല് സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്, റയ്യാൻ അല്ലെ. റയ്യാൻ എന്ന
ഒരു വാതിലുണ്ട്. അത് നോമ്പുകാർ മാത്രമാണ് അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക. അതില് അവരല്ലാതെ വേറെ ആരും പ്രവേശിക്കൂല. ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവിടെ നിന്ന് നോമ്പുകാരെവിടെ അല്ലെ, അയിനസ്വാഇമൂൻ അയിനസ്വാഇമൂൻ. അപ്പോ നോമ്പുകാർ എഴുന്നേൽക്കും. അപ്പൊ അവരല്ലാത്ത മറ്റാരും അതിലൂടെ പ്രവേശിക്കൂല എന്ന് പറയും. അവര് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ അടച്ചു കളയും. പിന്നീട് അതിലൂടെ ആരും തന്നെ പ്രവേശിക്കൂല. അപ്പൊ നോമ്പുകാർക്ക് മാത്രമായിട്ടൊരു റയാൻ കവാടം അല്ലെ. അള്ളാഹു നമുക്ക് അതിലൂടെ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ ഒരു ഹദീസിൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനിച്ച ഹദീസില് അദ്ദേഹം പറയാണ്, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, താങ്കളിൽ നിന്നും സ്വീകരിക്കാവുന്ന ഒരു കാര്യം എന്നോട് കൽപ്പിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് പറഞ്ഞത്, നീ നോമ്പ് അനുഷ്ഠിക്കുക, അതിന് തുല്യമായ മറ്റൊന്നില്ല. നോമ്പിന് തുല്യമായിട്ട് വേറെ ഒന്നുമില്ല. അത്രക്കും പ്രതിഫലം. അതിലൊരു സുന്നത്ത് നോമ്പ് എടുത്താൽ തന്നെ 700 വർഷത്തിന്റെ വൈദൂരം നമ്മൾ നരകത്തിൽ നിന്ന് അള്ളാഹു തആല അകറ്റി നിർത്തുന്നല്ലേ പറയുന്നത്. അത്രമാത്രം പ്രതിഫലമുള്ള ഒരു കാര്യമാണല്ലേ നോമ്പ് എന്ന് പറയുന്നത്. അള്ളാഹിന്റെ അടുത്ത് ഇത്രയും പ്രയോജനം ലഭിക്കുന്ന, ഇത്രയും പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു അമലില്ല എന്ന് പറയുന്നത്. വെച്ചാല് അത് നോമ്പിന്റെ ശ്രേഷ്ഠത പറയുമ്പോൾ പറയുന്നതാണ്. ഓരോ അമലിനും അതിൻ്റെതായ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ നോമ്പ് അത് അത്രമാത്രം ശ്രേഷ്ഠതയും മഹത്വം ഉള്ളത് തന്നെയാണ്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുപോലെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം പറഞ്ഞു തരൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നോമ്പ് അനുഷ്ഠിക്കുക, അതുപോലെ മറ്റൊന്നില്ല. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം, അത് നോമ്പ് അനുഷ്ഠിക്കുക. സുബ്ഹാനല്ലാഹ് അല്ലെ. നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു അടിമ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാല് അയാളുടെ മുഖത്തെ 70 വർഷത്തിന്റെ വഴിദൂരം നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്നവരാണ് ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ. പിന്നെ അതുപോലെ നോമ്പ് എന്ന് പറയുന്നത് ജുന്നത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ജുന്നത്ത് എന്ന് പറഞ്ഞാൽ പരിച. അത് അള്ളാഹു തആല നരകത്തിൽ നിന്നും നമ്മളെ എന്താക്കുന്നു, തടഞ്ഞു നിർത്തുന്നു. അത് ആ രൂപത്തിലുള്ള ഒരു പരിചയാണ് നോമ്പ് എന്ന് പറയുന്നത്. നരകത്തിൽ നിന്ന് അത് ഒരു വലിയൊരു സംരക്ഷണാണ്. മാത്രമല്ല, പിന്നെ നാളെ നമുക്ക് അല്ലെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കല് ശുപാർശ പറയുന്ന ഒരു വലിയൊരു അമലും കൂടിയാണ് എന്ത്, നോമ്പ് എന്നുള്ളത്. അതുപോലെ പിന്നെ നോമ്പുകാരന്റെ വായിലൂടെ വരുന്ന ആ ഗന്ധം അല്ലെ, അത് അള്ളാഹുവിന്റെ അടുക്കല് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാന്ന് പറയുന്നത്. ഓരോരുത്തരും നോമ്പെടുക്കുമ്പോ അവർ ഉപേക്ഷിക്കുന്ന അന്നപാനീയങ്ങളും മറ്റും ഉപേക്ഷിക്കുമ്പോ അത് എനിക്ക് വേണ്ടിയാണ് ഉപേക്ഷിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം ഞാനാ നൽകുന്നത് എന്നുള്ള രീതിയിൽ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഹദീസുകൾ അതുപോലെ നമുക്ക് സുപരിചിതമായ ഒരു ഹദീസാണല്ലേ, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഏതൊരാൾ വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയും റമളാൻ മാസത്തില് വ്രതമനുഷ്ഠിച്ചാല് അവന്റെ പക്കൽ നിന്നുള്ള മുമ്പ് സംഭവിച്ച മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് പറയും. മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുന്ന അത്രയും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. അപ്പോ നമ്മൾ നോമ്പനുഷ്ഠിക്കുക. റമളാനിൽ 30 ദിവസം നോമ്പനുഷ്ഠിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അല്ലാത്ത മാസങ്ങളിൽ ഒരു 3 നോമ്പെങ്കിലും അല്ലെ, 30 ഇല്ലെങ്കിൽ ഒരു 3 നോമ്പെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് എടുക്കാൻ കഴിയണം. അത് തുടർച്ചയായിട്ട് 3 ദിവസം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാസത്തിന്റെ തുടക്കത്തിൽ ഒന്ന്, നടുവിലൊന്ന്, ലാസ്റ്റ് ഒന്ന്, അങ്ങനെ എടുക്കാം. ഇനി ഏതെങ്കിലും തിങ്കളോ വ്യാഴോ ആയിട്ട് അങ്ങനെ എടുക്കാം. എങ്ങനെയായാലും പിന്നെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന പോലെ നമ്മൾ പരിശ്രമിക്കണം. കാരണം അങ്ങനെയുള്ള നോമ്പ് നമ്മളെ ഹൃദയത്തിലെ പകയെ ഇല്ലാതാക്കുന്ന പറയും. സുബ്ഹാനല്ലാഹ്.
നമുക്ക് നമ്മളെ മനസ്സിൽ ആരോടും ദേഷ്യവും വെറുപ്പും പകയും ഒന്നും തോന്നാത്ത ഒരു ക്ലിയർ ആയ ഒരു മനസ്സ് നമുക്ക് കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയ സൗഭാഗ്യല്ലേ. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറി, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞ്, ഏതെങ്കിലും രൂപത്തിൽ നമുക്കൊരു ദുരനുഭവങ്ങൾ ഉണ്ടായി വേറെ ആൾക്കാരിൽ നിന്ന്, എന്നാൽ പോലും നമുക്ക് അവരോട് എന്തുണ്ടാവില്ല, ഒന്നും തോന്നാത്ത നല്ലൊരു മനസ്സ് നമുക്ക് കിട്ടും. നോമ്പിലൂടെ അത് സാധിക്കുന്ന പറയുന്നത്. ശരിക്കും അങ്ങനെ ഒരു മനസ്സൊക്കെ നമുക്ക് കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു സൗഭാഗ്യം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ പിന്നെ ഓരോ നോമ്പ് തുറക്കുമ്പോ അള്ളാഹു തആല അവർക്ക്, അതായത് റമളാനിലെ ഓരോ ദിവസവും ഓരോരുത്തരും നമ്മൾ നോമ്പ് തുറക്കുമ്പോ അതിൽ നിന്ന് നരകത്തില് ഒരുപാട് ആളുകൾക്ക് അള്ളാഹു തആല മോചനം നൽകുന്നുണ്ടെന്ന് പറയുന്നത്. റമളാനിലെ എല്ലാ ദിവസവും ഉണ്ടാവുന്ന പറയുന്നത്. ഒരു സഹാബി തുടർച്ചയായിട്ട് സുന്നത്ത് നോമ്പെടുത്തിട്ട് മെലിഞ്ഞ് ക്ഷീണിച്ച് ആ ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയോ? പിന്നെ എല്ലാ മാസവും 3 നോമ്പെടുത്താൽ മതി, കൂടുതൽ എടുക്കണ്ട, മാസത്തിൽ ഒരു 3 നോമ്പ്, റമളാനില് ഫുള്ള് എടുക്കാം, മാസത്തിൽ 3 നോമ്പ് എടുക്കുക എന്നുള്ളത്. നമ്മൾ നോമ്പെടുക്കുന്നതിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ പറയുന്ന എന്തല്ല, ഒന്നാമതായിട്ട് പറയുന്നത് നമ്മൾ ഈമാൻ വർദ്ധിക്കും. ഈമാൻ നല്ലപോലെ വർദ്ധിക്കും. പിന്നെ ഹറാമായ കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ഹറാമിയത്ത് ചെയ്യാനോ കാണാനോ തോന്നുമ്പോ, നമ്മൾ നോമ്പുകാരനാണെങ്കിൽ ഞങ്ങൾക്ക് നോമ്പുള്ളല്ലേ, വേണ്ട, അത് കാണണ്ട, അല്ലെ അത് കേൾക്കണ്ട എന്ന് നമുക്ക് തോന്നും തീർച്ചയായിട്ടും. അതുകൊണ്ട് നോമ്പ് എല്ലാ ഹറാം നിഷിദ്ധങ്ങളിൽ നിന്ന്, തെറ്റുകളിലേക്ക് മനസ്സ് ചായാതെ നമ്മളെ നേർവഴിയിലേക്ക് നിൽക്കാനുള്ള അതിന് പര്യാപ്തമാക്കും. പിന്നെ പറയുന്നത് പാപമോചനം. ഇന്നലെ ഞാൻ അബ്ദുസലാം മോഹത്തിന്റെ ഒരു ഒത്തുപ ഇട്ടിട്ടുണ്ട്, അതിന് അതെല്ലാരും കേൾക്കണേ, എന്തായാലും കേൾക്കാം. അതിന് താഴെ അതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ജീവിതം മടുത്തു എന്ന് തോന്നുന്നവർക്ക്, അല്ലെ, ഈ ജീവിതം എന്തിനാണ്, ഈ ജീവിതം ഒരു മടുപ്പോ അങ്ങനെ തോന്നുന്നവർക്കുള്ളത് ശരിക്കും നല്ല ക്ലാസ്. മാഷാ അല്ലാഹ്. എന്തായാലും ഞാൻ ഇന്നലെ 2 ഗ്രൂപ്പ്, മിഷ്കാത്തിന്റെ 2 ഗ്രൂപ്പിൽ ഇട്ടിനി, എന്തായാലും കേൾക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് കേട്ടു. നല്ല ക്ലാസ്. നല്ല ക്ലാസ്. മാഷാ അല്ലാഹ്. എന്താ പറയാ, നമുക്ക് നല്ലൊരു കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കാൻ, അത് നമ്മളെ മനസ്സിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി തരും. ധാരാളമായി നമ്മൾ തൗബ നമ്മൾ കുറെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല വിഷയം. ചിലപ്പോ നമ്മൾ അറിഞ്ഞോ അറിയാതോ ചെയ്യുന്നുണ്ടാകും. അപ്പൊ നമ്മൾ ആത്മാർത്ഥ റബ്ബിനോട് തേടുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. തീർച്ചയായും ഭയങ്കര ഒരു സമാധാനം അവിടെ ഫീൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് അനുഭവിച്ച് തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ പറയുന്നത് എന്താണെന്നറിയോ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും നോമ്പിലൂടെ. പിന്നെ വിശപ്പും ദാഹവും നമ്മൾ അനുഭവിക്കുന്നതിലൂടെ അതിന്റെ പട്ടിണി കിടക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. പിന്നെ നല്ല പോലെ ക്ഷമ ശീലിക്കാനും നമുക്ക് സാധിക്കും. പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ കുറെ ശാരീരികമായ ആരോഗ്യപരമായ ഒരുപാട് നേട്ടങ്ങളുണ്ട്, അല്ലെ. അത് നമ്മൾ പറയാൻ പറ്റൂല. എന്താ അറിയോ, നമ്മളത് പറഞ്ഞാലില്ലേ നമുക്ക് പിന്നെ ആയ ചിന്തയെ വരാം. ഇപ്പൊ നിസ്കാരത്തിന്റെ ഒരു ക്ലാസ്സിൽ ഒരു ഉസ്താദ് നിസ്കരിക്കുമ്പോ റുക്കൂയിൽ പോകുമ്പോ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഇങ്ങനെ ഇത്ര ശതമാനം ഊർജം ഇങ്ങോട്ടേക്ക് പോകുന്നു, തലച്ചോറിലേക്ക് ഇങ്ങനെ പോകുന്നു, കൈകാലുകൾക്ക് അത്ര ലഭിക്കുന്നു, പിന്നെ സുജൂദിൽ പോകുമ്പോ അങ്ങനെയെല്ലാം പറയുമ്പില്ലേ നമ്മളെ ചിന്ത ഇത് വന്നു. പിന്നെ ഇതൊരു വ്യായാമം പോലെ ഇപ്പൊ ഒരു എക്സസൈസ്, ഇങ്ങനെയല്ല, ഇത്ര ശതമാനം ഇത്ര ഡിഗ്രി മടങ്ങുമ്പോ നടുവിന്റെ ഇന്ന ഭാഗം, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. നിസ്കരിക്കുമ്പോ സുജൂദ് എന്താ, റുക്കൂ എന്താ, അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുന്നു, അത്ര തന്നെ. അള്ളാഹുവിനെ മടങ്ങുന്നു, അള്ളാഹുവിനെ പ്രണമിക്കുന്നു, അത്രയേ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അല്ലാണ്ട് നമ്മളെ തലച്ചോറിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യത്തിലും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ട്. അത് അള്ളാഹ് നമുക്ക് തരും. അത് ബോണസ് ആയിട്ട് അള്ളാഹ് തരുന്നതാ. നിസ്കരിക്കുമ്പോയാലും നോമ്പെടുക്കുമ്പോയാലും ആരോഗ്യപരമായ കുറെ കാര്യങ്ങൾ അത് അള്ളാഹു തആല. പക്ഷെ അത് ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ എന്താക്കാൻ പാടില്ല, നോമ്പെടുക്കാൻ പാടില്ല. അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ധർമ്മം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹനെ വെച്ചാണല്ലോ, നമ്മൾ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അല്ലേ.
അതെ അതെ, അത് ചിന്തിക്കേ വേണ്ട. അത് ഒരു ഭാഗത്ത് നല്ലാത്താൽ തരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോമ്പ് കൊണ്ടുള്ള നേട്ടങ്ങള്, നോമ്പിന്റെ ശ്രേഷ്ഠതകള്. പിന്നെ പിന്നെ പറയാന്ന് വെച്ചാൽ വേറെ കുറേ കാര്യങ്ങൾ പറയാം. ഇപ്പൊ ഏകദേശം സമയമായില്ലേ, 3:30 സമയം. അപ്പൊ പിന്നെ 20 മൊത്തല്ല 20 ആളോളെ മൊത്തല്ലോ ഇന്നലെ അല്ലെ? എന്നാലും അത് മുടക്കണ്ട വിചാരിച്ച അങ്ങോട്ട് എല്ലാരും ഇന്നലെ നമ്മള് ക്ലാസ് ഇല്ലാന്ന് മെസ്സേജ് ഇട്ടിനി. അമിനത്ത കണ്ടിട്ടുണ്ടാവില്ല, അതാണ്. മെന്നാന്ന് പറഞ്ഞോ ഞാൻ കേട്ടില്ല. എനിക്ക് നല്ല പനിയായി കുറച്ചായി. അപ്പൊ കേട്ടുകൊണ്ട് ഉറങ്ങിപ്പോയാ മെന്നാന്നൊക്കെ. എല്ലാരും പോയിട്ടുണ്ടാവും, ടൂറ് പോയിട്ടുണ്ടാവും. അല്ല, ഇന്നലെ ക്ലാസ് ഇല്ലാന്ന് നമ്മൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വേറെ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടിനി. അത് പറയുകയും ചെയ്തിനി. ചരിത്രം പറഞ്ഞു സ്വർണ്ണം കിട്ടുന്ന നൂറുൽ ഖുർആന്റെ എന്തോ ക്ലാസ് ഉണ്ട് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു ആരോന്ന്. ഇതിന്റെ വോയിസ് ക്ലാസ്. അതെ, ഞാൻ ഇട്ടിനി, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിനി. നൂറുൽ ഖുർആന്റെ പ്രോഗ്രാമിന് പോയതും പോകുന്നതും അതെല്ലാം പറഞ്ഞിട്ട് വോയിസ് ഇട്ടിനി. ജീവിച്ചിരിക്കുമ്പോ മക്കൾ മരിച്ചാല് അതിനനുസരിച്ചുള്ള ആചാരവയെ കാത്തു നിൽക്കുന്നു. പിന്നെ നമ്മൾ മരിച്ചാല് എന്തായാലും അവിശ്വാസിയാണെങ്കിൽ സ്വർഗത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് കൊയിലാണ്ടി കൊല്ലാണോ അല്ലെ മറ്റേ കൊല്ലത്തോ? എവിടെ തന്നെയുള്ളത്? തിരുവനന്തപുരത്തിന് മുമ്പുള്ള കൊല്ലം. അപ്പൊ ശരി, ഇൻഷാ അല്ലാഹ്. നമ്മള് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. ഓരോ കാര്യങ്ങളും ഈ റജബ മാസം കൂടുതൽ നോമ്പെടുക്കാന്ന് പറയുന്നത് ശരിയാ? ഷാബാൻ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി നോമ്പെടുത്തിട്ടുള്ളത്. റജബില് എടുക്കുന്നതിനെ കൊണ്ടൊന്നുമില്ല, പ്രത്യേകം അങ്ങനെ. മറ്റേ റജബിന്റെ 27 അങ്ങനെ ഒന്നും നോമ്പില്ലാന്നേ ഉള്ളൂ. ഇപ്പം വിത്തിടാനും പിന്നെ നനക്കാനും കൊയ്യാനെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താക്കാം, നോമ്പൊക്കെ എടുക്കാം. റംസാനിനെ വേണ്ടി ഒരുങ്ങാന്നുള്ള നിലക്ക് നോമ്പുകൾ എടുക്കുന്നതിനൊന്നും വിരോധമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് എന്നെ ആ ഗ്രൂപ്പിലൊന്ന് ഏഡാക്കാൻ പറ്റും. എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ലിങ്ക് അയച്ചു തരുമ്പോഴാണ് എനിക്ക് അതിൽ കയറാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ല ഇപ്പൊ മോങ്ങത്തിന്റെ ക്ലാസ് ഇട്ടെന്ന്, പക്ഷെ അതൊന്നും എനിക്ക് കിട്ടണില്ല. അത് നിങ്ങൾ എന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ആഡ് ചെയ്യാം.